സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 10. സോളമൻ്റെ സുഭാഷിതങ്ങൾ. ജ്ഞാനിയായ മകൻ പിതാവിന് ആനന്ദമണയ്ക്കുന്നു, ഭോഷനായ മകനാകട്ടെ അമ്മയ്ക്ക് ദുഃഖവും. അന്യായമായ നേടിയ ധനം ഉതകുകയില്ല, നീതിയാകട്ടെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നീതിമാന്മാർ വിശപ്പനുഭവിക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല, ദുഷ്ടരുടെ അതിമോഹത്തെ അവിടുന്ന് നിഷ്ഫലമാക്കുന്നു. അലസമായ കരം ദാരിദ്ര്യം വരുത്തിവെക്കുന്നു, സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകൻ മുൻകരുതൽ ഉള്ളവനാണ്, കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്ന മകൻ അപമാനം വരുത്തിവെക്കുന്നു. നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു, ദുഷ്ടരുടെ വായ് അക്രമം മറച്ചുവെക്കുന്നു. നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണ്, ദുഷ്ടരുടെ നാമം ക്ഷയിച്ചു പോകുന്നു. ഹൃദയത്തിൽ വിവേകമുള്ളവൻ കൽപ്പനകൾ ആദരിക്കും, വായാടിയായ ഭോഷൻ നാശമടയും. സത്യസന്ധന്റെ മാർഗം സുരക്ഷിതമാണ്, വഴി പിഴയ്ക്കുന്നവൻ പിടിക്കപ്പെടും. തെറ്റിന് നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തിവെക്കുന്നു, ധൈര്യപൂർവ്വം ശ്വാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു. നീതിമാന്മാരുടെ അധരം ജീവന്റെ ഉറവയാണ്, ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടിവെക്കുന്നു. വിദ്വേഷം കലഹം ഇളക്കിവിടുന്നു, സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. അറിവുള്ളവന്റെ അധരങ്ങളിൽ ജ്ഞാനം കുടികൊള്ളുന്നു, ബുദ്ധിശൂന്യന്റെ മുതുകിൽ വടിയാണ് വീഴുക. ജ്ഞാനികൾ അറിവ് സംഭരിച്ചു വയ്ക്കുന്നു, ഭോഷന്റെ ജൽപ്പനം നാശം വരുത്തിവെക്കുന്നു. ബലിഷ്ഠമായ നഗരമാണ് ധനികന്റെ സമ്പത്ത്, ദാരിദ്ര്യം ദരിദ്രന്റെ നാശവും. നീതിമാന്മാരുടെ പ്രതിഫലം ജീവനിലേക്ക് നയിക്കുന്നു, ദുഷ്ടരുടെ നേട്ടം പാപത്തിലേക്കും. പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ്, ശാസന നിരസിക്കുന്നവന് വഴി പിഴയ്ക്കുന്നു. വിദ്വേഷം മറച്ചുവെച്ച് സംസാരിക്കുന്നവൻ കള്ളം പറയുന്നു, അപവാദം പറയുന്നവൻ മൂഢനാണ്. വാക്കുകൾ ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു, വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ്, ദുഷ്ടരുടെ മനസ്സ് വില കെട്ടുത്തും. നീതിമാന്റെ വാക്ക് അനേകരെ പോഷിപ്പിക്കുന്നു, മൂഢൻ ബുദ്ധിശൂന്യത മൂലം മൃതിയടയുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. തെറ്റ് ചെയ്യുക മൂഢനു വെറുമൊരു വിനോദമാണ്, അറിവുള്ളവന് വിവേകപൂർവമായ പെരുമാറ്റത്തിലാണ് ആഹ്ലാദം. ദുഷ്ടൻ ഭയപ്പെടുന്നത് തന്നെ അവന് വന്നുകൂടും, നീതിമാന്റെ ആഗ്രഹം സഫലമാകും. ദുഷ്ടൻ കൊടുങ്കാറ്റിൽ നിലംപതിക്കുന്നു, നീതിമാനോ എന്നേക്കും നിലനിൽക്കും. വിനാഗിരി പല്ലിനും പുക കണ്ണിനും എന്ന പോലെയാണ് അലസൻ തന്നെ നിയോഗിക്കുന്നവർക്കും. ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കുന്നു, ദുഷ്ടരുടെ ജീവിതകാലം പരിമിതമായിരിക്കും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷ പരിവസിയായാണ്, ദുഷ്ടരുടെ പ്രതീക്ഷ നിഷ്ഫലമാകും. സത്യസന്ധമായി പെരുമാറുന്നവന് കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ്, തിന്മ പ്രവർത്തിക്കുന്നവനെ അവിടുന്ന് നശിപ്പിക്കുന്നു. നീതിമാന്മാർക്കൊരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല, ദുഷ്ടർക്ക് ഭൂമിയിൽ ഇടം കിട്ടുകയില്ല. നീതിമാന്റെ അധരങ്ങളിൽ നിന്ന് ജ്ഞാനം പുറപ്പെടുന്നു, വഴിപിഴച്ച നാവ് വിച്ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ അധരങ്ങൾ പദ്യമായത് പറയുന്നു,